കേരളത്തിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടി നൽകിയും നിയമസഭയിൽ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി. 2016 ശേഷമുള്ള കാലം കേരളത്തിന്റെ മാറ്റത്തിന്റെ കാലമെന്ന് മുഖ്യമന്ത്രി. ബ്രൂവറിക്ക് അനുമതി നൽകിയതിൽ സംശയിക്കാൻ ഒന്നുമില്ല. മദ്യനയത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് നടപ്പിലാക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടിയായാണ് വികസന നേട്ടങ്ങളും ആരോപണങ്ങൾക്കുള്ള മറുപടിയും മുഖ്യമന്ത്രി എണ്ണിപ്പറഞ്ഞത്. ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നൊരു ചിന്തയാണ് 2016 കേരളത്തിൽ പൊതുവെ ഉണ്ടായിരുന്നത്. എന്നാൽ അത്തരം പദ്ധതികൾ നടപ്പിൽ വന്നതോടുകൂടി ജനങ്ങളുടെ മനോഭാവത്തിൽ തന്നെ മാറ്റം വന്നു. ആ കാര്യം ആരോഗ്യകരമായ ജനങ്ങളുടെ സമീപനത്തിൽ കാണാൻ കഴിയുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങുന്ന സ്പിരിറ്റിന്റെ അളവ് കുറക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ജനങ്ങളുടെ താൽപര്യം സംരക്ഷിച്ച് മാത്രമേ വ്യവസായങ്ങൾക്ക് അനുമതി നൽകൂ എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് മദ്യ ഉൽപ്പാദനത്തിന് ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്രോത്സാഹനം നൽകും. ആയതിന് തയ്യാറാകുന്ന ഡിസ്റ്റിലറികൾക്കും പുതിയ യൂണിറ്റുകൾക്കും അനുമതി നൽകും. പാരഗ്രാഫ് 22 അത് ഉദ്ധരണിയാണ്. നിലവിലുള്ള നിയമം അനുസരിച്ച് യോഗ്യതയുള്ളവർക്ക് ബ്രൂവറി ലൈസൻസ് അനുവദിക്കും. 2023-24 മദ്യനയത്തിൻ്റെ ആമുഖത്തിൽ സംസ്ഥാനത്തെ ഉപഭോഗത്തിന് ആവശ്യമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബീറും ഇവിടെ തന്നെ നിർമ്മിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുമെന്നും എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ എന്താണ് വിശദീകരണം വേണ്ടത്? സംസ്ഥാന സഹകരണ മേഖലയെ തകർക്കാൻ ആരും ശ്രമിക്കരുതെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. കരുവന്നൂരിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വയനാടിനെ കുറിച്ചും ഒന്നും പറഞ്ഞില്ല. NM വിജയനും മകനും മാത്രമല്ല, സഹകരണ മേഖലയിലെ കെടുകാര്യസ്ഥയുടെ രക്തസാക്ഷികൾ പുൽപ്പള്ളി, കേളക്കവല, ചെമ്പകമൂല, കിഴക്കേടിക്കലാത്ത്, രാജേന്ദ്രൻ നായരെ തിരുവഞ്ചൂരിന് അറിയുമെന്നറിയില്ല. അറിയായിരിക്കും, അറിയാതിരിക്കാൻ വഴിയില്ല. വായ്പാ തട്ടിപ്പിനിരയായതിനാൽ താൻ അറിയാതെ ലക്ഷങ്ങളുടെ കടബാധ്യതയും പേറി ആത്മഹത്യ ചെയ്യേണ്ടി വന്ന മനുഷ്യനാണ് അദ്ദേഹം. ബാങ്ക് പ്രസിഡന്റും KPCC ജനറൽ സെക്രട്ടറിയുമായ വ്യക്തി ഈ കേസിൽ ജയിൽ മോചിതനായി. അപ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തിന് സ്വീകരണം നൽകി. NM വിജയൻ്റെ മരണത്തിന് പിന്നിലുള്ളവർക്കും ഇതേ സ്വീകരണമായിരിക്കും കോൺഗ്രസ് നൽകുക എന്നാണ് പ്രതീക്ഷിക്കാവുന്നത്. ധന ഉത്തരവാദിത്ത നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നാണ് കേരളം കടമെടുക്കുന്നത്. കേരളം കടക്കണിയില്ലെന്ന പ്രചാരണം തെറ്റെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.